KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യൂട്യൂബർ KM ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. റിയ ബേബിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിയ, ഷാജഹാനെ ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിൽ എടുത്തത്. നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ഇത് പുതിയ പരാതികളിൽ മേലുള്ള കേസാണോ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസ്? അഭിലാഷ്, നേരത്തെ തന്നെ ഈ KJ ഷൈനെതിരായി സൈബർ അധിക്ഷേപവും ആക്രമണവും ഒക്കെ നടത്തിയ കേസിലാണ് KM ഷാജഹാനെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ഒക്കെ ചെയ്തത്. ഫോൺ അടക്കമുള്ളവ പിടിച്ചെടുത്തിരുന്നു. പക്ഷെ വീണ്ടും ഈ വിട്ടയച്ചതിന് ശേഷവും പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റും വീഡിയോയും ഷാജഹാൻ ഇടുകയുണ്ടായി. അതിലാണ് KJ ഷൈൻ വീണ്ടും പരാതി നൽകിയത്. അതിലാണ് ഇന്നലെ രാത്രി ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ നിഗമനം, അതായത് ഇതൊരു ഹാബിച്വൽ ഒഫൻസ് ആയിട്ടാണ് പോലീസ് കാണുന്നത്. ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, ആ കേസിൽ അത് കേസെടുത്ത് മൊഴിയെടുത്ത് തിരികെ വിട്ടതിന് ശേഷം വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കുന്നു. അതാണ് ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലുവ DYSP അടക്കം ഇവിടെ എത്തി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ സൈബർ ആക്രമണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ ഹാബിച്വൽ ഒഫൻസ്, സ്ഥിരം കുറ്റകൃത്യം ആവർത്തിക്കുന്ന ഒരു സ്വഭാവം, അതുകൊണ്ട് തന്നെ ഒരു നോൺ ബെയിലബിൾ കേസാവാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ അടക്കം ഉള്ള പരിശോധനകൾക്കായി പുറത്തിറക്കും. ഇന്നലെ പ്രതികരണത്തിൽ തനിക്ക് കൂടുതൽ പറയാനുണ്ട്, അത് പിന്നീട് പറയാം എന്നതായിരുന്നു ഷാജഹാന്റെ പ്രതികരണം. അതെന്താണ് എന്നതുകൂടി കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ കുറ്റകൃത്യം അത് ആവർത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഒരു പരാതിയാണ് ആവർത്തന സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം, ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് KM ഷാജഹാൻ എന്ന് കാണിച്ചാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അറസ്റ്റിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തെ എറണാകുളത്ത് എത്തിച്ചത്. എത്തിച്ചപ്പോൾ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു, വളരെ ഹ്രസ്വമായി. അതൊന്ന് കേൾക്കാം. തിരിച്ചു വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിരിക്കുക. ഇൻട്രോഗേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പറയാനുള്ള അർത്ഥം പറയാനെല്ലാം ഉണ്ട്, ഒരുപാടുണ്ട് പറയാൻ. എല്ലാം തിരിച്ചു വരുമ്പോൾ പറയാം. പിണറായി വിജയനത്ത് തിരിച്ചു വരുമ്പോൾ പറയാം.